ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തൽ കരാറുണ്ടാക്കിയതിന് പിന്നാലെ ആണവ യുദ്ധത്തിനുള്ള സാധ്യതകൾ കൂടിയാണ് അവസാനിച്ചത്. അതേസമയം വലിയ ആശങ്കകളും സമ്മാനിച്ചാണ് വെടിനിർത്തൽ താൽക്കാലികമായി നിർത്തിയിരിക്കുന്നത്. ഇരു രാജ്യങ്ങൾക്കുമിടയിലുമുള്ള ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും തുടരുമ്പോൾ സംഘർഷം യുദ്ധത്തിൽ കലാശിച്ചേക്കും എന്ന ആശങ്കയിലായിരുന്നു അതിർത്തിയിൽ താമസിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ഒരു ആണവ യുദ്ധത്തിലേക്കാണെന്ന നിഗമനങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ 2025 ഒരു ആണവ യുദ്ധം ഉണ്ടായേക്കാം എന്നും യുദ്ധത്തിന്റെ പ്രത്യാഘാതങ്ങൾ എന്തെല്ലാമാണെന്നും 2019 ഒരു പഠനം നടന്നിരുന്നു. ഇന്ത്യൻ പാർലമെന്റിന് നേരെ പാകിസ്ഥാന്റെ ഭീകരാക്രമണം ഉണ്ടായാൽ എങ്ങനെ എന്നായിരുന്നു പഠനത്തിന്റെ ഉള്ളടക്കം. 6 വർഷങ്ങൾക്ക് ശേഷം ആണവ യുദ്ധത്തിന്റെ സാധ്യതകൾ ഓർമ്മിപ്പിക്കുന്ന സംഭവങ്ങളായിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഉണ്ടായത്. സംഘർഷത്തിനിടയിൽ ആണവായുധം ഉപയോഗിക്കും എന്നുവരെ പാകിസ്ഥാൻ സൂചന നൽകിയിരുന്നു. പാകിസ്ഥാന്റെ ഈ സൂചനയ്ക്ക് തടയിട്ടത് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ആയിരുന്നു. വെടിനിർത്തൽ കരാറിനൊപ്പം തന്നെ ആണവ യുദ്ധത്തിനായുള്ള സാധ്യതയുമാണ് പാകിസ്ഥാൻ ഇല്ലാതാക്കിയതെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പറഞ്ഞിരുന്നു. ആണവ ഭീഷണികളിൽ ഇന്ത്യ ഭയക്കില്ല എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വ്യക്തമാക്കിയിരുന്നു. സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കണക്കനുസരിച്ച് 170ഓളം ആണവായുധങ്ങളാണ് ഇന്ത്യക്കും പാകിസ്ഥാൻ സ്വന്തമായുള്ളത്. കര, കടൽ, വായു മാർഗങ്ങളിലൂടെയെല്ലാം ഒരുപോലെ പ്രയോഗിക്കാൻ സാധിക്കുന്ന ആണവായുധങ്ങളും ഇരു രാജ്യങ്ങളും വികസിപ്പിക്കുന്നുമുണ്ട്. പാകിസ്ഥാന്റെ നാവികസേനയേക്കാൾ ശക്തമാണ് ഇന്ത്യയുടെ സേന എന്ന വിലയിരുത്തലുകളുമുണ്ട്. 1998 പാകിസ്ഥാൻ ആദ്യമായി ആണവായുധം പരീക്ഷിക്കുന്നത്. യുദ്ധസമാനമായ അന്തരീക്ഷമുണ്ടായാലും ആണവായുധം ഇന്ത്യ പരീക്ഷിക്കില്ല എന്നാണ് 2003 നിലവിൽ കൊണ്ടുവന്ന ആണവ നയം പറയുന്നത്. എന്നാൽ അന്ന് ഈ നയത്തിൽ മനോഹർ പരീക്കർ സംശയം പ്രകടിപ്പിച്ചിരുന്നു. പാകിസ്ഥാന്റെ നാവികസേനയേക്കാൾ ശക്തമാണ് ഇന്ത്യയുടെ സേന എന്ന വിലയിരുത്തൽ മൂലം ആണവായുധങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ പാകിസ്ഥാൻ ബോധപൂർവമായി മറച്ചുവെക്കുകയാണെന്നും പറയുന്നുണ്ട്. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ആണവ യുദ്ധമാണ് സംഭവിക്കുന്നതെങ്കിൽ കനത്ത നാശനഷ്ടങ്ങളാകും സംഭവിക്കുക എന്ന വിലയിരുത്തൽ. ഇത് സാമ്പത്തിക ഞെരുക്കത്തിനും രാഷ്ട്രീയ അസ്ഥിരതയ്ക്കും വരെ കാരണമായേക്കാം. ആണവ യുദ്ധത്തിനായി പാകിസ്ഥാൻ 2019 മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നതായും സൂചനകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. 1999 കാർഗിൽ യുദ്ധസമയത്ത് തങ്ങളുടെ രാജ്യം സംരക്ഷിക്കാനായി ഏത് തരത്തിലുമുള്ള ആയുധങ്ങൾ പരീക്ഷിക്കാനും പാകിസ്ഥാൻ മടിക്കില്ല എന്ന് അന്നത്തെ വിദേശകാര്യ സെക്രട്ടറി ഷംഷാദ് അഹമ്മദ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. 2022 മാർച്ചിൽ ഇന്ത്യ പരീക്ഷണാർത്ഥം ഒരു ആണവ ക്രൂയിസ് മിസൈൽ പാകിസ്ഥാനിലേക്ക് തൊടുത്തുവിടുകയുണ്ടായി. പാകിസ്ഥാനിലെ ചില നഗരങ്ങളിൽ ഇത് നാശം വിതച്ചിരുന്നു. അശ്രദ്ധ മൂലം സംഭവിച്ചത് കൊണ്ട് തന്നെ 3 വ്യോമസേന ഉദ്യോഗസ്ഥരെയാണ് അന്ന് ഇന്ത്യ പിരിച്ചുവിട്ടത്. 2019 സയൻസ് അഡ്വാൻസസ് പഠനമനുസരിച്ച് ഇന്ത്യ പാകിസ്ഥാന് ആണവായുധം ഒരാഴ്ചക്കുള്ളിൽ 50 ലക്ഷം ജനങ്ങളുടെ വരെ മരണത്തിന് കാരണമായേക്കാം എന്നാണ് വിലയിരുത്തൽ. ആണവായുധം വിളകളുടെ ഉൽപാദനത്തിന് ബാധിക്കും.